നടത്തിക്കോ നടത്തിക്കോ, നിന്റെ ഇഷ്ടത്തിന് എങ്ങനാന്ന് വെച്ചാൽ നടത്തിക്കോ. ഈ തന്തയും തള്ളയും കൂടെ ഉണ്ടാവും നീ വിചാരിക്കണ്ട. അയ്യോ, നിനക്ക് എല്ലാം അറിയാമല്ലോ, നിനക്ക് എല്ലാം അറിയാവുന്ന അമ്മയ്ക്കൊന്നും അറിയാത്ത അമ്മ പൊട്ടി. അതുകൊണ്ടാണല്ലോ എൻ്റെ മോള് അമ്മയും അച്ഛൻ ഇങ്ങനെ പൊട്ടിയും പൊട്ടനാക്കി ഇരുത്തിയേക്കുന്നത്. ഇത്രയും കാലം വളർത്തി വലുതാക്കിയിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാനും നമുക്കറിയാം. കരപ്പന വന്ന് വയറിളക്കവും പിടിച്ച് തൂറി കിടന്ന് നിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി ഇവിടെ എത്തിച്ച് തള്ളക്ക് ദണ്ണുണ്ട്, തള്ളക്ക് ദണ്ണം. തള്ളമാരുടെ വേദന മക്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. അതിന് നീ ഒരു അമ്മയാവണം. നിന്റെ മോള് നിന്നോട് അങ്ങനെ കാണിക്കുമ്പോഴേ നിനക്ക് ആ വിഷമം മനസ്സിലാവുള്ളൂ. എന്റെ പൊന്ന് ദൈവമേ, ഞാനിനി കുടുംബക്കാരെ മുഖത്ത് എങ്ങനെ നോക്കുന്ന അമ്മ പറയണം. മക്കള് കേക്ക്. കഴിഞ്ഞ ആഴ്ച മാമൻ കൊണ്ടുവന്ന കല്യാണം നല്ല ചെറുക്കനെന്ന മാമൻ പറയണം. അച്ഛൻ പോയി അന്വേഷിച്ച് നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായം അവനെ കുറിച്ച്. എൻ്റെ അമ്മ പെട്ടെന്ന് ഒരാളെ കെട്ടണമെന്ന് പറഞ്ഞാൽ കെട്ടാൻ പറ്റുമോ? അയാളെ കുറിച്ച് കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ? ചെറുക്കനെ കുറിച്ച് അച്ഛനും മാമനൊക്കെ നല്ലപോലെ അന്വേഷിച്ച് അത്രത്തോളം അറിഞ്ഞതൊക്കെ മതി. പോരാത്തതിന് നീ അവനുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് തുടങ്ങുമ്പോൾ അവൻ്റെ എല്ലാ സ്വഭാവവും നിനക്ക് മനസ്സിലാവും. അതുപോലെയാണ് എവിടെ കിടക്കണ ഈ ചെറുക്കൻ. അവനെ കുറിച്ച് എന്തോന്നറിയാം നിനക്ക്, എന്തോന്നറിയാം? അമ്മേ, അവനെ ഞാൻ ഇന്നും ഇന്നലെയല്ല കാണുന്നേ. 4 വർഷമായിട്ട് എനിക്ക് അവനെ അറിയാം. എന്റെ പൊന്നു ദൈവമേ, 4 വർഷമായിട്ട് നീ അവനെ പ്രേമിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് വെറും പൊട്ടന്മാര്. നമ്മളായിട്ട് നീ പൊട്ടം കളിപ്പിച്ചോണ്ടിരുന്നല്ലേ? ഈ 4 വർഷം പ്രേമിച്ചെന്ന് പറഞ്ഞ ചെറുക്കനെ കുറിച്ച് നമുക്ക് എല്ലാ കാര്യവും അറിയാൻ പറ്റുമല്ലോ. ഏത് തരക്കാരാണ്, എവിടത്തെ ആൾക്കാരാണ്, ചെറുക്കന്റെ സ്വഭാവം എങ്ങനെയാണ്, നിനക്ക് വല്ലതും അറിയാമോ? അമ്മ വിചാരിക്കുന്ന പോലെയല്ല, അവൻ നല്ല പയ്യനാണ്. ഞാൻ അവനെ കുറിച്ച് നല്ലപോലെ മനസ്സിലാക്കിയിട്ടാണ് നിൽക്കുന്നത്. അതെ, നല്ല ചെറുക്കൻ. എടി, ചെറുക്കന്മാർ അങ്ങനെയാണ്. നിന്നെ പോലെ നല്ല കുടുംബത്തിൽ പറഞ്ഞ പെൺപിള്ളേരെ വളച്ചെടുക്കാൻ വേണ്ടി അവന്മാരെ അങ്ങനെ നല്ല സ്വഭാവമൊക്കെ കാണിക്കും. നീ അതൊന്നും വിശ്വസിക്കരുത്. എത്ര പൊന്നേ കരളേ മുത്തേ എന്ന് പറഞ്ഞ് വളർത്തിയാലും തിന്ന് എല്ലിൻ്റെ ഇടയിൽ കയറുമ്പം ഇതിൻ്റെയൊക്കെ തനി സ്വഭാവം കാണിക്കും. അവ ഏതാ എനോ ഏതാ? നമ്മുടെ ജാതിയല്ല ഇത്. ഞാൻ എങ്ങനെ സമ്മതിക്കാനാണ്? എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഇത് സമ്മതിക്കത്തില്ല. ഞാൻ സമ്മതിക്കത്തില്ല. കഴിഞ്ഞ ആഴ്ചയും കൂടെ ഞാൻ ക്ഷേത്രത്തിൽ പൊങ്കാലിട്ടതുള്ളൂ. എൻ്റെ ദൈവമേ, ഈ പെണ്ണിന് നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇങ്ങനെ ഒരുത്തനെയാണല്ലോ ഈ പെണ്ണ് കണ്ടുപിടിച്ചത്. എൻ്റെ ഈശ്വരാ, എന്നോട് എല്ലാരും പറഞ്ഞതാ മക്കളെ ഇങ്ങനെ കയറൂരി വിടല്ലേ. ഞാനത് കേട്ടില്ല. അതുകൊണ്ട് എന്താ ഞാനിപ്പോ അനുഭവിക്കുന്നത്? ഒന്ന് നിർത്തന്റെ അമ്മേ. നിർത്താടി അമ്മയെല്ലാം നിർത്താം. ഇന്നത്തോടു കൂടി ഞാൻ എല്ലാം നിർത്തും. നീ ബന്ധത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ഇന്നത്തോടു കൂടി ഞാൻ എല്ലാം നിർത്തും. അമ്മ എന്ത് കാണിച്ചാലും ഞാൻ ഈ ബന്ധത്തിൽ നിന്ന് മാറത്തില്ലേ? പലവൾക്ക് വേണ്ടി ഞാൻ എന്തിനാ ചാവണത്? എന്റെ കറി അടുപ്പത്തിരിക്കുന്നില്ല. എനിക്ക് നിനക്ക് കാണിച്ചു തരുമായിരുന്നു. സ്വന്തം തള്ള ചാവാ പോണെന്ന് പറഞ്ഞിട്ടുള്ളൂ. നിനക്ക് ഒരു വിഷമവും ഇല്ലല്ലേടി. പൊടി കെട്ടടി. അവന്റെ തനി സ്വഭാവം നീ കെട്ടി കഴിയുമ്പോ കാണും. അച്ഛനമ്മയെ കണ്ടുപിടിച്ചത് ബന്ധം നിനക്ക് വേണ്ടല്ല. നീ അനുഭവിക്കാൻ പോണേ ഉള്ളൂ.